الحمد لله الحمد لله رب العالمين الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون صدق الله العلي العليم اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا يا رب العالمين اللهم ارحمنا بالقرآن واجعله نورا وهدى ورحمة لنا وذكرنا ما نسينا منه وعلمنا ما جهلنا منه وارزقنا تلاوته آناء الليل وأطراف النهار ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, നമ്മളെല്ലാവരുടെയും സകല പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടികർത്താവും നിയന്താവും പരിപാലകനുമായ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധി വിലക്കുകളെല്ലാം സദാ പാലിച്ചും സൂക്ഷിച്ചും തഖ്വയിൽ അധിഷ്ഠിതമായ തഖ്വ നിറഞ്ഞ ഒരു നല്ല ജീവിതം, ഒരു അച്ചടക്കമുള്ള ജീവിതം കെട്ടിപ്പടുക്കുവാൻ, ഒരു നല്ല ജീവിതം സദാ നയിക്കുവാൻ ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ കുടുംബങ്ങളും ഒത്തൊരുമിച്ച് കൂട്ടായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അർഹമുർറാഹിമീനായ റബ്ബ് നമ്മളെല്ലാവരെയും, നമ്മുടെ ഇണകളെയും, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും പേരക്കുട്ടികളെയും, നമ്മുടെ ഉടപ്പിറപ്പുകളായ എല്ലാ ജ്യേഷ്ഠാന്മാരെയും പെങ്ങന്മാരെയും, നമ്മളോട് പലപ്പോഴായി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളെയും അള്ളാഹു അവന്റെ സാലിഹ്യങ്ങളിലും മുത്തഖീങ്ങളിലും ഉൾപ്പെടുത്തി ഇരു ലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ ഒരിക്കൽ കൂടി വന്നെത്തി. അൽഹംദുലില്ലാ, റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. റമളാൻ അള്ളാന്റെ റഹ്മത്താണ്, അള്ളാന്റെ അപാരമായ വിവരണാതീതമായ
കാരുണ്യത്തിന്റെ ഭാഗമാണ് റമദാൻ. റമദാനിൽ അല്ലാഹുവിന്റെ കാരുണ്യം, റഹ്മത്ത് ആദ്യം മുതൽ അവസാനം വരെ വാരിക്കോരി കൊടുക്കുകയാണ്. വാങ്ങാൻ നമ്മൾ തയ്യാറുണ്ടോ? ആ കാരുണ്യത്തിന് വേണ്ടി പരിശ്രമിക്കാൻ, പ്രവർത്തിക്കാൻ, പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരുക്കമുണ്ടോ എന്നതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അല്ലാഹുവിന്റെ കാരുണ്യം അത് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. അല്ലാഹു തആല റഹ്മാനാണ്, റഹീമാണ്, റഊഫാണ്, വദൂദാണ്. ഇതെല്ലാം തന്നെ അല്ലാഹുവിന്റെ കൃപയുമായും ദയയുമായും ബന്ധപ്പെട്ട അള്ളാഹിന്റെ മഹൽ നാമങ്ങളാണ്. റഹ്മാനായ റബ്ബ് ഗഫൂറും അഫുവും കരീമുമാണ്. ഏറെ മാപ്പരുളുന്നവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനും അത്യുദാരനുമാണ്. പരിശുദ്ധ ഖുർആനിൽ റഹ്മാൻ, നമ്മൾ ഒറ്റ വാക്കിൽ പരമകാരുണികൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ വിശിഷ്ട നാമം, അത് തന്നെ നമ്മൾക്ക് അങ്ങേയറ്റത്തെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അവസ്ഥയാണ്, കാരുണ്യത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥ. പരക്കം, ധാരാളമായി, അങ്ങേയറ്റം കൃപയും രക്ഷയും ചെയ്യുന്നവൻ. അള്ളാഹുക്ക് ഒരുപാട് സൽനാമങ്ങളുണ്ട്. ആ സൽനാമങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളായിട്ടാണ് വന്നത്. എന്നാൽ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ ആ വിശേഷനാമം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉപയോഗിച്ചത് വിശേഷണമായിട്ടല്ല, അല്ലാ എന്നതിന് ബദലായിട്ടാണ്. ബാക്കി റഹീം, റഊഫ്, ഗഫൂർ, വദൂദ്, കരീം, തവ്വാബ് ഒക്കെ അള്ളാഹിന്റെ സൽനാമങ്ങളാണ്. അതൊക്കെ അർത്ഥപൂർണങ്ങളാണ്. പക്ഷെ അതൊക്കെ വിശേഷണമായിട്ടാണ് വന്നത്, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വിശേഷണങ്ങളായിട്ട്. എന്നാൽ റഹ്മാൻ എന്നത് അള്ളാഹു എന്ന സത്താനാമത്തിന് ബദലായിട്ടാണ് ഖുർആനിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ളത്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, അല്ലാഹു അല്ലമൽ ഖുർആൻ എന്നാണ് അതിന്റെ പൊരുൾ. അല്ലാഹ് എന്നതാണ്. മാ തറാ ഫീ ഖൽഖിർ റഹ്മാൻ മിൻ തഫാവുത്ത് എന്ന് പറയുമ്പോൾ അവിടെ വിവക്ഷ മാ തറാ ഫീ ഖൽഖില്ലാഹി മിൻ തഫാവുത്ത്. അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവ. ഇങ്ങനെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻയുരിദിന റഹ്മാൻ ബിദുർരിൻ സൂറത്ത് യാസീനിൽ വമാ അൻസല റഹ്മാൻ മിൻ ഷൈഇൻ, ഇവിടെയൊക്കെ റഹ്മാൻ എന്ന അള്ളാന്റെ ആ മഹൽ നാമം അല്ലാഹ് എന്നതിന് ബദലായി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അപാരതയെ കുറിക്കുന്നു. അങ്ങനെയുള്ള റബ്ബ് അവന്റെ കാരുണ്യമായി കൊണ്ട് ഇറക്കിയ ഖുർആൻ ഇറങ്ങിയ മാസമാണിത്. ഖുർആനിൽ അല്ലാഹു തആല പല സ്ഥലങ്ങളിലും റഹ്മത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു തആല റഹ്മത്ത്, കാരുണ്യം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണം സൂറത്ത് ലുഖ്മാൻ, ഖുദം വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ. അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. സൂറത്ത് യൂനുസിലുണ്ട്, പലയിടത്തുണ്ട്. അപ്പൊ ആ റഹ്മാനായ അള്ളാഹുവിന്റെ കാരുണ്യമായ റഹ്മത്തായ ഖുർആൻ അള്ളാഹു ഇറക്കിയത് റഹ്മത്തുൽ ആലമീനായ റസൂൽ മുഖേനയാണ്. ഖുർആനുമായി ഭൂമുഖത്തേക്ക് വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അള്ളാഹു വിശേഷിപ്പിച്ചത് റഹ്മത്തുൽ ലിൽ ആലമീൻ. അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യം, ആ കാരുണ്യം ധാരാളത്തിലേറെ അള്ളാഹു വാരിക്കോരിച്ചെറിയുന്ന ഒരു മാസം. ഈ മാസത്തിൽ അള്ളാഹു കാരുണ്യമെന്ന് വിശേഷിപ്പിച്ച ഖുർആനിൽ അള്ളാഹ് നമ്മോട് പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച എന്റെ അടിയാറുകളെ, ഒരാൾ തെറ്റ് ചെയ്യുമ്പോ അള്ളാഹ്ക്കൊരു ദോഷവും വരാൻ പോകുന്നില്ല. ആളുകളെല്ലാം കൂടി, മനുഷ്യരെല്ലാം കൂടി ഇബ്ലീസിന്റെ പര്യായം കണക്കെ തോന്യാസികളും താന്തോമികളും മോശക്കാരുമായി ജീവിച്ചാലും മാ നഖസ ഫീ മുൽക്കി ശൈഅ, അള്ളാഹ് പറഞ്ഞതായിട്ട് ഖുദ്സി ഹദീസിൽ പറയുന്നു. അങ്ങനെ ആളുകളെല്ലാം മോശക്കാരായി ഇബ്ലീസിന്റെ പര്യായം കണക്കെ ജീവിച്ചാൽ മാ നഖസ ഫീ മുൽക്കി ശൈഅ, എന്റെ ആധിപത്യത്തിൽ ഒരു ലെവലേശം കുറവ് വരാൻ പോകുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞതായി ഖുദ്സി ഹദീസിൽ പറയുന്നു. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ പരമാർത്ഥത്തിൽ അവനവനോട് തന്നെയാണ് അതിക്രമം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തന്നെ അതിക്രമങ്ങൾ പ്രവർത്തിച്ച് പാപപങ്കിലമായ അവസ്ഥയിലെത്തിപ്പെട്ട എന്റെ അടിയാറുകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത്. അല്ലാഹുവിന്റെ കാരുണ്യം വളരെ വിശാലമാണ്. കരുണാവാരിധിയായ റബ്ബ് പറയുന്നു, പാപത്തിൽ അങ്ങേയറ്റം മുങ്ങിപ്പോയ എന്റെ അടിയാറുകളെ, യാ ഇബാദി എന്ന് ഖുർആൻ സംബോധന ചെയ്യാറുള്ളത് സ്നേഹാസ്പദമായ ഒരു ശൈലിയുടെ ഭാഗമായിട്ടാണ്. കുറ്റം ചെയ്ത് കുറ്റത്തിന്റെ കടലിൽ ആണ്ടു മുങ്ങിപ്പോയ മനുഷ്യ മക്കളെ അല്ലാഹു തആല സ്നേഹമസൃണമായ ശൈലിയിൽ വിളിക്കുകയാണ്, യാ ഇബാദി, എന്റെ അടിയാറുകളെ. എന്നിട്ടല്ല പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാവരുത്. അള്ളാഹു അങ്ങേയറ്റത്തെ കൃപാലുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ വിശദീകരിക്കുന്നു, ഒരു മനുഷ്യൻ തന്റെ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് പോയി. ആ ഒട്ടകപ്പുറത്താണ് അവന്റെ എല്ലാ സാധനങ്ങളും, ഭക്ഷണം, വിരിപ്പ്, വെള്ളം തുടങ്ങി സകല സാധനവും അതിന് പുറത്താണുള്ളത്. പക്ഷെ യാത്രാ മധ്യേ ആ വാഹനം എങ്ങോ വഴിതെറ്റി നഷ്ടപ്പെട്ടു പോയി. ഈ യാത്രക്കാരൻ അങ്ങേയറ്റം വലഞ്ഞു, ഒരുപാട് തേടി അലഞ്ഞു, കിട്ടിയില്ല. അങ്ങനെ അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ ദുഃഖത്തിലിരിക്കുമ്പോൾ പെടുന്നനെ അതാ ആ വാഹനം, ആ കുതിര അല്ലെങ്കിൽ ആ ഒട്ടകം തന്റെ മുമ്പിൽ എല്ലാ സാധനവും അതേപടി തന്റെ പുറത്ത് വെച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ അങ്ങേയറ്റത്തെ വിഷമത്തിലായ ആ യാത്രക്കാരനിക്ക് എന്തൊരു സന്തോഷം ഉണ്ടാകുമോ, അതിനേക്കാൾ അള്ളാഹുവിന് സന്തോഷമാണ് വഴിതെറ്റിപ്പോയ അടിയാറുകൾ പശ്ചാത്തപിച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് താണു കേണി ചെല്ലുന്നത്. അള്ളാഹു വളരെ സന്തുഷ്ടനാണ്. പകല് തെറ്റ് ചെയ്ത അടിയാറുകളെ സ്വീകരിക്കാൻ അള്ളാഹു രാത്രി കൈനീട്ടി കാത്തിരിക്കുന്നു. രാത്രിയിൽ അബദ്ധങ്ങൾ വന്നുപോയ അടിയാറുകളെ രക്ഷപ്പെടുത്താൻ, അവർക്ക് കൃപ ചൊരിയാൻ, അവരുടെ ഔദാര്യം കാണിക്കാൻ, അവർക്ക് പാപമോചനം നൽകാൻ അള്ളാഹു പകലിലും കാത്തിരിക്കുന്നു. എപ്പോഴും അള്ളാഹു ഓർത്തു തരാൻ തയ്യാറാണ്, വിശിഷ്യ ഈ പരിശുദ്ധ റമദാനിൽ. അപ്പൊ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു സകല ദോഷങ്ങളും പുറത്തു തരും. നിരാശപ്പെടരുത്.
ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയില്ലേ, അത്രയൊക്കെ വന്നുപോയില്ലേ, ഇനി എങ്ങനെ നന്നാവാനാ എന്നും മറ്റും ആത്മനിന്ദയോടുകൂടി നിരാശപ്പെട്ട് അങ്ങനെ തുലഞ്ഞു പോകരുത്. മറിച്ച് കരുണാവാരിധിയായ, കരുണയുടെ കടലായ റബ്ബിലേക്ക് പ്രതീക്ഷ പുലർത്തുക. നബി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞതായി, അന ഇന്ദ ലന്നി അബ്ദി, ഞാൻ എന്റെ അടിമ എന്നെപ്പറ്റി എങ്ങനെ വിചാരിക്കുന്നു അങ്ങനെയാണ് അവനോട് പെരുമാറുക. അള്ളാഹു നമുക്ക് വളരെ വ്യക്തമായും അറിയിച്ചു തന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ കാരുണ്യം മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്, വിശേഷിച്ച് ഈ മാസത്തിൽ. റമദാൻ എല്ലാത്തപ്പോഴും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കും, പക്ഷെ റമദാനിൽ കൂടുതലായി സ്വീകരിക്കും. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ ദോഷവും പുറത്തു തരും. ആകാശം മുട്ടുവോളം തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിലും നിർവ്യാജം ഉള്ളുരുകി പശ്ചാത്തപിച്ച് പരിഹാര പ്രവർത്തനം നടത്തി അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹ് പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കൃപയുള്ളവനുമാണ്. കൃപ ചെയ്യുന്നവൻ മാത്രമല്ല, കൃപയുടെ നിജ തന്നെ ഉണ്ടവനെടുക്കൽ. ആകയാൽ അനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങ്. ഒരു തിരുത്ത് നടത്തു, ഒരു തിരിച്ചുവരവ് നടത്തൂ. അനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങ്. അസ്ലിമൂ ലഹു, നിങ്ങൾ അവന്റെ മുമ്പിൽ സമർപ്പിക്കും. സമ്പൂർണമായി സർവാത്മന റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കൂ. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ, നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുന്നേ, പാപത്തിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുന്നേ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങൂ, അള്ളാഹുവിന് സർവാത്മന സമ്പൂർണമായി സമർപ്പിക്കൂ. ശിക്ഷ വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ പശ്ചാത്താപത്തിന് പ്രസക്തിയില്ല. നിങ്ങൾ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതീർണമായ ഏറ്റവും നല്ലതിനെ നിങ്ങൾ പിൻപറ്റൂ. ഖുർആൻ തന്നെ മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ. ഓർക്കപ്പുറത്ത് പടച്ചവന്റെ ശിക്ഷ വന്നെത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിക്കിട്ടിയ ഏറ്റവും നല്ലത് അഹ്സനമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, അതിനെ പിൻപറ്റൂ. ഇത് റമളാനിൽ അവതരിച്ച പരിശുദ്ധ ഖുർആനിൽ റഹ്മാനായ റബ്ബ് നടത്തിയ വിളംബരമാണ്. ഈ വിളംബരത്തോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ കൃപ, അല്ലാഹു പറഞ്ഞല്ലോ, വറഹ്മത്തി വസിഅത് കുല്ല ശൈ, അല്ലാഹുവിന്റെ കാരുണ്യം സകലതിനെയും ചൂഴ്ന്നു നിൽക്കുന്നു. കാരുണ്യമല്ലാതെ ഒന്നില്ല അവന്റെ പ്രവൃത്തിയിൽ. വറഹ്മത്തി വസിഅത് കുല്ല ശൈ. മറ്റൊരു ഖുർആൻ പറയുന്നു കതബ അലാ നഫ്സിഹിർ റഹ്മ, കാരുണ്യം അവന്റെ ബാധ്യതയായി അവൻ സ്വയം രേഖപ്പെടുത്തിയിരിക്കാൻ. സത്യത്തിൽ അല്ലാഹു സർവതന്ത്ര സ്വതന്ത്രനാണ്, എന്തിനും കഴിവുറ്റവനും എന്തിനും അധികാരമുള്ളവനും സർവശക്തനുമാണ്. അങ്ങനെയുള്ള റബ്ബ് സ്വയം ബാധ്യതയായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു കതബ അലാ നഫ്സിഹിർ റഹ്മ. അപ്പൊ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഈ മാസത്തിൽ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അവസരങ്ങൾ കളഞ്ഞു കുളിച്ചാൽ നെടും ഖേദത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. സത്യത്തിൽ അല്ലാഹു ഒരുപാട് അവസരങ്ങൾ തന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കൃപ
ആലോചിച്ചാൽ അറ്റമില്ലാത്തതാണ്. എപ്പോഴും മനുഷ്യൻ സുഹൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ അതിന്റെ തികവോടെ മികവോടെ അനുഷ്ഠിച്ചാൽ 10 കൂലി തരാന്നാണ് അള്ളാഹ് പറഞ്ഞത്. മൻജാ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ. ആരെങ്കിലും ഒരു നന്മ അതിന്റെ തികവോടെ മികവോടെ പ്രവർത്തിച്ചാൽ ഫലഹു അശ്റു അംസാലിഹ, അവന് അതുപോലത്തെ 10 നന്മ ചെയ്ത കൂലിയുണ്ട്, 10 ഇരട്ടിയുണ്ട്. അതൊക്കെ ഒരു തിന്മ പ്രവർത്തിച്ചാൽ ഫലാ യുസ ഇല്ലാ മിസ്ലഹ, ഒരു ശിക്ഷയുള്ളൂ. അപ്പൊ നന്മക്ക് 1-ന് 10, തിന്മക്ക് 1-ന് 1. ഇതാണ് അള്ളാഹു നമ്മളെ നേരെ സ്വീകരിച്ച സാധാരണ സമ്പ്രദായം. എന്നിട്ടും നമ്മൾ പാപങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണെങ്കിൽ അത് നമ്മുടെ തെറ്റാണ്. ആ തെറ്റ് വന്നിട്ടും അള്ളാഹ് പറയുന്നു, നിങ്ങൾ തൗബ ചെയ്താൽ, ഖേദിച്ച് മടങ്ങിയാൽ. തൗബ എന്ന് പറഞ്ഞാൽ ചെയ്തുപോയ വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായ ഖേദം, മേലിൽ അത്തരം തെറ്റുകൾ പ്രവർത്തിക്കുകയില്ല എന്ന സത്യസന്ധമായ പ്രതിജ്ഞ, സാധ്യമായ പരിഹാര പ്രവർത്തനം, ഇതാണ് തൗബ. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ ഒരുത്തൻ ആത്മാർത്ഥമായി നന്നായി പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ദോഷരഹിതമാണ്. മാത്രമല്ല ഈ തൗബ എന്നത് തന്നെ അല്ലാഹു തആല ഒരു വലിയ സൽക്കർമ്മമായി രേഖപ്പെടുത്തുകയും ചെയ്യും. ചെയ്തുപോയ അബദ്ധത്തിന് നടത്തിയ പ്രായശ്ചിത്തങ്ങൾ ഖുർആൻ പറഞ്ഞല്ലോ സൂറത്തുൽ ഫുർഖാൻ, ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ഇല്ലാ മൻ താബ, പശ്ചാത്തപിച്ചവനൊഴികെ, സത്യവിശ്വാസം, പിന്നെ സൽക്കർമ്മം. അങ്ങനെ പശ്ചാത്താപവും അടിയുറച്ച ഈമാനും സൽക്കർമ്മവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ ദുഷ്പ്രവണതകളെല്ലാം അള്ളാഹു സൽപ്രവണതകളാക്കി മാറ്റും. ഏതോ ഒരു പ്രവണത കാരണമായിട്ടാണല്ലോ അവർ തെറ്റുകുറ്റങ്ങളിലേക്ക് വഴി വീണുപോയത്. ആ പ്രവണതയെ അല്ലാഹു തആല അട്ടിമറിച്ച് സൽപ്രവണതകളാക്കി മാറ്റും. അപ്പൊ പശ്ചാത്താപം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി അള്ളാഹു നമുക്ക് പശ്ചാത്തപിച്ചാൽ ഒരുപാട് ചെയ്യാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിഷ്കളങ്കരായി കരുതുവെപ്പില്ലാതെ പശ്ചാത്തപിച്ച് മടങ്ങും. നമ്മുടെ തൗബക്ക് പലപ്പോഴും പല പരിമിതികളുമുണ്ട്. പലപ്പോഴും പല ഭാഗങ്ങളും സ്പർശിക്കാതെയാണ് നമ്മുടെ തൗബ. ഈ ചിരങ്ങ് വന്ന അല്ലെങ്കിൽ ചൊറി വന്ന ആള് തേച്ച് കുളിക്കുമ്പോൾ പല പൊറ്റകളും സ്പർശിക്കൂല. കാരണം അതിന്റെ മുകളിൽ തൊട്ടാൽ വല്ലാതെ നോവും. അപ്പൊ അതിന്റെ പരിസരത്തെല്ലാം കഴുകി അതിനങ്ങോട്ട് വിട്ട് അങ്ങനെ അങ്ങോട്ട് കഴുകിപ്പോകുന്ന ഒരു പതിവാണ് ഈ വേദന സഹിക്കാൻ കഴിയാത്ത ദേഹത്താകമായ വ്രണമുള്ള ആളുകൾ ചെയ്യാറ്. ഇത്തൗബ പോരാ. നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായേക്കാനിടയുണ്ട്. ആകയാൽ ഒരു കരുതി വെപ്പുമില്ലാതെ ഈ റമദാന്റെ പ്രാരംഭ ദശയിൽ തന്നെ കരുണാഭാരതിയ റബ്ബിന്റെ റഹ്മത്തിന് കാരുണ്യത്തിന് അർഹമാകും വിധത്തിൽ നമ്മൾ ഉള്ളുരുകി പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതുണ്ട്. ഖുർആനിന്റെ ഈ ആഹ്വാനം, ഖുർആൻ ഈ മാസത്തിൽ നമ്മൾ അവഗണിച്ചാൽ പിന്നെ നമുക്ക് ഒരു പരിഹാരം സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ثم لا تنصرون واتبعوا أحسن ما أنزل إليكم من ربكم
മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഈ മഹത്തായ വിളംബരത്തോട് രചനാത്മകമായി ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ട് അവന്റെ കാരുണ്യത്തിനും അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായുള്ള അവന്റെ പാപമോചനത്തിനും അങ്ങനെ അവന്റെ സ്വർഗത്തിനും അർഹരാകുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.